യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഹമാസിന് കിട്ടിയ ഇരയെന്ന വണ്ണം ഒരു കൂട്ടം പാലസ്തീൻ അനുകൂലികൾ കഴിഞ്ഞ ദിവസം ഈജിപ്തിൽ വന്നിരുന്നു. അടുത്ത ദിവസം ഇസ്രായേലിന്റെ ഉപരോധം ഏർപ്പെടുത്തിയിരുന്ന ഗാസ തുറമുഖത്തെ ഉപരോധങ്ങൾ ഭേദിച്ച് ഗാസയിൽ കുടുങ്ങിക്കിടക്കുന്ന പാലസ്തീൻ ജനങ്ങൾക്ക് ഭക്ഷണവും സാധനങ്ങളുമൊക്കെ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ കൂട്ടർ വന്നെത്തിയത്. ഗാസ തുറമുഖത്തിൽ അന്തർദേശീയ ജലപാതയിൽ വന്ന് ഗാസയിലെ ജനങ്ങൾക്ക് ഭക്ഷണവും സാധനങ്ങളുമൊക്കെ എത്തിച്ചു കൊടുക്കാൻ ഇസ്രായേലിന് അനുവാദം വേണ്ടെന്നും അങ്ങനെ FFC ഫ്രീഡം ഫ്ലോട്ടില്ല കൊളീഷൻ എന്ന സംഘടനയെ അന്തർദേശീയ ജലപാതയിൽ വെച്ച് ഇസ്രായേൽ തടഞ്ഞാൽ അത് അന്തർദേശീയ സമുദ്ര നിയമ ലംഘനമായിരിക്കുമെന്ന് FFC ആരോപിച്ചു. ഗ്രേറ്റ തുൻബർഗ് ഒരു സ്വീഡൻ ക്ലൈമറ്റ് പ്രവർത്തകയും ഇസ്രായേൽ വിരുദ്ധ പാലസ്തീൻ അനുകൂലിയുമാണ്. ഗ്രേറ്റ തുൻബർഗിന്റെ രണ്ടാമത്തെ ഗാസയിലേക്കുള്ള വരവാണിത്. ആദ്യത്തെ സമ്പൂർണ്ണ പരാജയമായിരുന്നു. ജർമ്മനി പോലും FFCയിലെ ഭൂരിഭാഗം വരുന്ന അംഗങ്ങളെ പാശ്ചാത്യ വിരുദ്ധ വിപ്ലവകാരികൾ അഥവാ റാഡിക്കലിസ്റ്റുകളായിട്ടാണ് കാണുന്നത്. കാരണം ലെബനോൻ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ തീവ്രവാദ സംഘടനകളോ ഇവരെ അനുകൂലിക്കുന്നവരാണ്. ഗ്രേറ്റയും കൂട്ടരുടെയും യാത്ര ഇത്തവണ തെക്കൻ ഇറ്റലിയിലെ കറ്റനിയ എന്ന പോർട്ടിൽ നിന്ന് ബദ്ലീൻ എന്ന് പേരിട്ടിരിക്കുന്ന കപ്പലിൽ യാത്ര തുടരുകയും ഗാസ തുറമുഖത്തിൽ വന്ന് പാലസ്തീൻ ജനങ്ങൾക്ക് ഭക്ഷണ സാമഗ്രികൾ കൊടുക്കുമെന്ന് ഇസ്രായേലിനെ വെല്ലുവിളിച്ചാണ് അവിടെ നിന്നും കപ്പൽ പുറപ്പെട്ടത്. ഇവിടെ ഇതെല്ലാം കണ്ട് ഇസ്രായേലിലെ പ്രധാനമന്ത്രി നെതന്യാഹു ഇസ്രായേൽ ഇവിടെ എന്തിനു സജ്ജമാണെന്നും തിരിച്ചും മറുപടി കൊടുത്തു. ഗ്രേറ്റ തുൻബർഗിന്റെ വലിയൊരു ആയുധം എന്നത് സോഷ്യൽ മീഡിയ ആണെന്നും പാലസ്തീൻ പതാക പിടിച്ചും പരമ്പരാഗത അറേബ്യൻ തലയിൽ ചുറ്റുന്ന ഒരുതിന് കീഫിയ എന്ന വസ്ത്രം ധരിച്ചും പാലസ്തീൻ അനുകൂലികളെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഒന്നിപ്പിക്കുന്ന ശ്രമങ്ങളായിരുന്നു യാത്ര ഉടനീളം. ഇനി ഇവർക്കൊരു നേരത്തെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഗാസ തുറമുഖത്ത് എത്തിയാൽ തങ്ങളുടെ പുറംലോകവുമായുള്ള കമ്മ്യൂണിക്കേഷൻ തടസ്സപ്പെടുമെന്ന് ഇവർക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ ഇസ്രായേൽ നാവികർ ബദ്ലീൻ എന്ന കപ്പൽ തടഞ്ഞ് തട്ടിക്കൊണ്ടുപോയെന്നും പറഞ്ഞ് ഇവർ മുൻകൂട്ടി പ്രീ റെക്കോർഡറായിട്ട് വീഡിയോസുകളൊക്കെ വെച്ചിരുന്നു. ഗാസ തുറമുഖത്തോട് അടുത്ത ഉടനെ തന്നെ കപ്പൽ ബദ്ലീൻ ഇസ്രായേൽ നാവികരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഉടനെ തന്നെ ഗ്രേറ്റ തുൻബർഗിനോടും സംഘത്തോടും ഉടൻ തന്നെ കപ്പലിന്റെ ദിശ മാറ്റിവിടുക എന്ന് നാവികർ പറയുകയും നിങ്ങൾക്ക് ഗാസയിൽ എത്തിക്കാനുള്ള ആഹാര സാധനങ്ങൾ ഇസ്രായേലിന്റെ ഹ്യൂമാനിറ്റേറിയൻ ചാനൽ വഴി അവരിലേക്ക് എത്തിക്കുമെന്ന് നാവികർ ഗ്രേറ്റയും സംഘത്തോടും പറഞ്ഞു. അപ്പോഴേക്കും പുറം ലോകവുമായുള്ള ആശയവിനിമയം ഗ്രേറ്റയും സംഘത്തിനും നഷ്ടപ്പെട്ടിരുന്നു. ഗ്രേറ്റയുടെയും സംഘത്തിന്റെയും ഇസ്രായേൽ തട്ടിക്കൊണ്ടുപോയി എന്ന മുൻകൂട്ടി റെക്കോർഡ് ചെയ്ത് വെച്ച വീഡിയോ കയറി വൈറലാവുകയും ചെയ്തു. തട്ടിക്കൊണ്ടുപോയ വാർത്ത പ്രചരിച്ച 1 മണിക്കൂറിനിപ്പുറത്ത് ഇസ്രായേൽ നാവികരുടെ പോസ്റ്റും എക്സിൽ വന്നു. ഗ്രേറ്റയും സംഘവും സുരക്ഷിതമാണെന്നും ഇസ്രായേൽ അവർക്ക് സാൻഡ്വിച്ചും വെള്ളവും കഴിക്കാൻ കൊടുക്കുന്ന വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരിക്കുന്നത്. ഗ്രേറ്റയും സംഘവും സുരക്ഷിതമായി ഇസ്രായേലിലേക്ക് ഉടൻ എത്തുമെന്നും അവിടെ നിന്ന് അവരുടെ ജന്മനാടുകളിലേക്ക് പോകുമെന്നും ഇസ്രായേൽ അറിയിച്ചു. ഗ്രേറ്റയുടെയും സംഘത്തിന്റെയും ബാത്ലീൻ എന്ന കപ്പലിനെ ഇസ്രായേൽ വിളിച്ച പേര് സെൽഫി യാട്ട് അഥവാ സെലിബ്രിറ്റികളുടെ കപ്പൽ എന്നായിരുന്നു. അവർ ഗാസയിലേക്ക് കൊണ്ടുവന്ന ഭക്ഷണ സാധനങ്ങൾ ഇസ്രായേൽ കഴിഞ്ഞ 2 ആഴ്ചയിൽ 1200 ട്രക്ക് സഹായങ്ങളാണ് ഗാസയിൽ എത്തിച്ചത്. അത് വെച്ച് നോക്കുമ്പോൾ തുലോം ഒരു ട്രക്കിന്റെ പകുതി പോലും ഉണ്ടായിരുന്നില്ല. കൊണ്ടുവന്ന ആഹാര സാധനങ്ങൾ കുറെയൊക്കെ ഗ്രേറ്റയും സംഘത്തെയും ഒരാഴ്ചത്തെ യാത്രയ്ക്ക് ഉപകരിച്ചു എന്നത് ആശ്വാസകരം മാത്രം. ഇനി കാര്യത്തിലേക്ക് വരുമ്പോൾ ഹമാസിന് വേണ്ടി പാലസ്തീൻ അനുകൂലികൾക്കും ശബ്ദമുയർത്താൻ ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടി രംഗത്തെത്തുമ്പോൾ എന്തുകൊണ്ട് ഹമാസ് തടഞ്ഞു വെച്ചിരിക്കുന്ന 255 ബന്ദികളെ, അതിൽ കുറെ പേരൊക്കെ ഏകദേശമൊക്കെ മരിച്ചിരിക്കുന്നു, ആ ബന്ദികൾക്ക് വേണ്ടി സംസാരിക്കുന്നില്ല? ഇസ്രായേൽ ആണെന്നുള്ള ഒറ്റ ധൈര്യത്തിലാണ് ഇത്തരം പടകൾ ഉപരോധ ഗാസ തുറമുഖത്ത് വന്നു പോലും പ്രതിഷേധിക്കാൻ ധൈര്യപ്പെടുന്നത്. മാൾട്ടീസ് കോസ്റ്റിൽ വെച്ച് ഗ്രേറ്റയുടെ ആദ്യ കപ്പൽ ആക്രമിക്കപ്പെട്ടിരുന്നു. ഇസ്രായേൽ ആണെന്ന് ഒരു ഇല്ലാഞ്ഞിട്ട് പോലും ഇസ്രായേലിനെതിരെ കുറ്റം ആരോപിച്ചു. അത്തരം സാഹചര്യത്തിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനിടയിൽ യുദ്ധ ഇര എന്ന വണ്ണം ഗാസയിലേക്ക് വരുമ്പോൾ ഹമാസോ ഇസ്രായേലിനെ തകർക്കാൻ തക്കം പാർത്തിരിക്കുന്ന ഹിസ്ബുള്ള, ഹൂത്തി ഭീകരരോ ഇവരെ ആക്രമിച്ചാൽ പോലും ഇസ്രായേൽ പഴിയേക്കേണ്ടി വരും. ഹമാസിന്റെ സ്വന്തം പാലസ്തീൻ ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന 50-ൽ പരം ട്രക്കുകളാണ് ഹമാസ് തട്ടിക്കൊണ്ടുപോയത്. അതിൽ പരം നാണക്കേട് വേറെ ഇല്ല. ഗ്രേറ്റ തുൻബർഗിനെ പോലുള്ളവരെ ഹമാസ് പാലസ്തീൻ അനുകൂലികൾ ഉപയോഗിക്കുന്നുണ്ട്, നല്ലപോലെ ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരം ഉപയോഗം അവസാനം കലാശിക്കുന്നത് ഭീകരവാദികളുടെ ഇരവാദത്തിനായിരിക്കും. ഇസ്രായേലിന്റെ കയ്യിൽ കിട്ടിയത് കൊണ്ട് വെള്ളവും സാൻഡ്വിച്ചും കിട്ടി. നീക്കവുമായി എത്തിയ ഗ്രേറ്റ തുൻബർഗും സംഘവും അങ്ങനെ സുരക്ഷിതമായി നാട്ടിലേക്ക് മടങ്ങി. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഇതുപോലെ യുദ്ധ ഇരകൾ പറന്നിറങ്ങാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ
ഇവിടെ അവസാനിപ്പിക്കും. ഈ അടുത്ത വീഡിയോയിൽ കാണാം.